കാരണം അതാണ്, അത് അധ്വാനത്തിൻ്റെയാണ്. നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെയാണെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നാണ്. അത് ആ സിനിമയിലും ജോജുവിനെ പോലത്തെ ആളുകൾ ഇന്ന് ജോജുവിനെ ആദ്യം കാണുമെന്ന് എനിക്ക് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമ നന്നായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. പിന്നെ അഭിരാമി നിറയെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇന്നും എനിക്ക് എപ്പോൾ ഓർക്കുന്നുണ്ട് അവരുടെ പേര്. അതായത് കണ്ട ഉള്ളിൽ തന്നെ അഭിരാമി എന്ന് പറഞ്ഞു. പക്ഷെ അശോകനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ നല്ല ഭാവിയുള്ള ഒരു നടനായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളെടുത്ത് എങ്ങനെയും മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ശ്രീ അശോക് സെൽവൻ, ഫ്യൂ വേർഡ്സ്. മനോഹരമായ കൊച്ചിനുക്കും കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. I'm so happy to be here. Thug Life is എനിക്കൊരു ഭാഗ്യം മാത്രമല്ല, ഇതൊരു പഠനമാണ്. ഐ എം സോ ഫോർച്ചുനേറ്റ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. അതാണ് എനിക്ക് ടക്കുന്ന് വരുത്. ഗ്രേറ്റ്ഫുൾ, ഏതോ ഒരു നല്ലത് ഞാൻ பண்ணியிருக்கணும் to be a part of this film and to just sit next to Kamal sir. I'm so happy. Gopalakrishnan sir, nice to meet you. And Jojo sir, நம்மளுக்கு காம்பினேஷன் சீன் இல்லை. இன்னொரு படம் மலையாளத்தில் கூப்பிடுங்க, இன்னும் பெட்டரான மலையாளம் கற்றுட்டு வரேன். அண்ட் Abhirami is my favorite and we don't have combination scenes either, and I hope to work with you in many films. And I'd like to thank Mani sir. First நான் ஐடென்டிஃபை பண்ணி இந்த ரோலுக்கு நான் செட் ஆவேன், இவன் நடிப்பான்னு கூப்பிட்ட மணி சாருக்கு நன்றி. அண்ட் அகெயின் கமல் சார் இஸ் மை குரு, இஸ் மை மென்டர். தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன், இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடச்சிருக்கு. ஒரு ஏக்கலை இவன் மாதிரி நான் தூரத்தில் இருந்தேன். இப்போ ஐ எம் கெட்டிங் அ சான்ஸ் டு ஜஸ்ட் ஒர்க் வித் அண்ட் சிட் நெக்ஸ்ட் டு ஹிம். அண்ட் ரஹ்மான் சார், சிம்பு சார், த்ரிஷா மேம், இவங்க எல்லாத்தோடையும் ஐம் ஜஸ்ட் ஹாப்பி டு பி பார்ட் ஆஃப் த ஃபிலிம். அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன். என்னோடய போர் தொழில் இங்கே ரொம்ப நல்லா பண்ணுச்சு. நாங்கள் பெருசாக ப்ரொமோட் பண்ணல, பட் ஜஸ்ட் பை த வேர்ட் ஆஃப் மவுத் இட் டிட் ரியலி வெல். ஸோ அதுக்கு தேங்க்யூ. மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ഏറ്റവും ரிஃபைன்ட் ஆடியன்ஸ். ஸோ ஷார்ப்பான ஒரு பெர்ஃபார்மன்ஸ்க்கும் ரைட்டிங்க்கும் நிறைய ரெஸ்பெக்ட் தர ஆடியன்ஸ். ஸோ ஐ ஹோப் உங்களுக்கு தக் லைஃபும் பிடிக்கும்னு. ஆல் த மாஸ்டர்ஸ் ஒன்று சேர்ந்து தே குக் சம்திங். நானும் உங்களோட சேர்ந்து தான் அதை சாப்பிட்லான்னு இருக்கேன். ஸோ தேங்க்யூ ஃபார் எவ்ரிதிங். ஐ லவ் யூ. தேங்க்யூ. Thank you so much, Ashok Selvan. Abhirami. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം അഭിമാനത്തോടുകൂടിയും കൃതാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. ആ ഡ്രീമിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണെന്നുള്ളത്, എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്കം സിനിമകൾ ചെയ്ത് ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറയുന്നൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ആദ്യം തന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ എന്തൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ല, നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിന് വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ്. അതിനുശേഷം ഇപ്പോൾ ഇതാ തഗ് ലൈഫ്. ഇതിൽ സാറ് മാത്രമല്ല, സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതിനുപരി മണി സാർ, മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ,
അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹ്മാൻ സാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് അയ്യോ എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കം ട്രൂ തന്നെയാണ്. അതുമാത്രമല്ല സിലംബരസൻ, ട്രിഷ, ജോജോ ഏട്ടൻ, അശോക്, ഇവരെല്ലാവരും ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ്. ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു. ഞാൻ കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചി വരുന്നത്. നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ, എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. ആൻഡ് ഗോപാലൻ സർ, താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിങ് ലവ്ലി സിനിമ ഓൾവേസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ ഓഫ് അസ്. ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ? ഇങ്ങനെയുണ്ട്, സൂപ്പർ. പടം നമുക്ക് പൊളിക്കണ്ടേ? അപ്പോൾ June 5 എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, കുടുംബസമേതം വരിക, പിന്നെയും പിന്നെയും വരിക. ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല. സോ പിന്നെയും പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും, കണ്ട് രസിക്കാം. താങ്ക് യു സോ മച്ച്. ജോജോട. എല്ലാവർക്കും നമസ്കാരം. എന്നെക്കുറിച്ച് തന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിള് ഇവിടെ വന്ന ആളാണ്. അത്തരം ഒരുപാട്, അത് സത്യമാണ്. അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടല്ലേ, നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെൻ്റാണിത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക, ഭയങ്കര ഭാഗ്യം. മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതും മണിസാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു. കമൽ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. പൊന്നിയിൽ സെൽവൻ്റെ ഒരു ഫംഗ്ഷന് മണിസാർ വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ സാറിനെ ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിനുശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത്, അഭിനയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി, ഒരുമിച്ചിരിക്കാൻ പറ്റി. അത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനെസ് എന്ന് പറയില്ലേ, തൃപ്തി. എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻറ്റ്. ദൈവത്തിന് നന്ദി. താങ്ക് യു. അതുപോലെ ഗോപാലൻ സാർ, താങ്ക് യു സാറ്. നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്, അതിനും നന്ദി. കൂടെയുള്ള അശോകായാലും എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ തഗ് ലൈഫ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം രവി കെ ചന്ദ്രൻ, AR റഹ്മാൻ, ശ്രീകർ പ്രസാദ്, മണിരത്നം, എൻ്റെ ദ വൺ ആൻഡ് ഓൺലി കമലഹാസൻ. അപ്പോൾ ഇവർ വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടുമോ? താങ്ക് യു സർ. തീർച്ചയായിട്ടും ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ശബ്ദം ഈ മൈക്കുകളിൽ കൂടെ കേൾക്കാനാണ്. ദ വൺ ആൻഡ് ഓൺലി, ദ ലിവിംഗ് ലെജൻഡ്, നൗ റെപ്രസെന്റിംഗ് തഗ് ലൈഫ്, ഡോക്ടർ പത്മഭൂഷൺ കമൽ ഹാസൻ സർ. എല്ലാവർക്കും നമസ്കാരം. ഇത് തഗ് ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി, വന്ന് കാണുക, വെറുതെ വാദ്യം അടിക്കേണ്ട. മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി. ഐ എം ഓൾവേസ് ഹാപ്പി whenever I come to Kerala, especially കൊച്ചിൻ. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും, ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും, ആന്ധ്രയിലും പറയും, അനുപമ ചോപ്ര ഇൻ്റർവ്യൂവിലും പറയും. കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ്. സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എപ്പോൾ വന്നാലും ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇന്ന് വീണ്ടും അത് പറഞ്ഞു, റിട്ടയർമെൻറ്റ് എന്ന് എന്തെങ്കിലും ആലോചിക്കുന്നതാണോ? അപ്പോൾ ഞാൻ ചത്തുപോയി എന്ന് അർത്ഥം. അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക്. I'm a godless man, but still I like this country. And I'm happy that most of my friends in the early period of my career, ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ബ്രദറെ പോലെ ഒരു MG സോമനും
സുരാഗം അതെങ്ങനെ സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞത്? അത് എപ്പോഴും എൻ്റെ ചിന്തയിലുള്ളവരാണ് അവർ. അത് ഇവിടെയാണ് എനിക്കെല്ലാം. ഐ ഗ്രൂ അപ്പ് in Kerala and in Mr. Balachandra's shadow. For me, this is one state, that's another state. That is, Mr. Balachandra himself is a state for me. So that's where I learned my craft. So, aa Nandi Ranikina is not for publicity. ഇദ്ദേഹം പറഞ്ഞ ആ തൃപ്തി, ലൈക്ക് മീ ഹി ഹാസ് ഗ്രേറ്റ് അപ്പിറ്റൈറ്റ്. അങ്ങനെ അപ്പിറ്റൈറ്റ് ഉള്ളവർ തൃപ്തി എന്ന് പറയുന്നത് കേൾക്കണം. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത്. സോ പടം കാണുക. ആൻഡ് വി ഹാവ് മെനി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. ജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ, ബിക്കോസ് അത് ഒരു ലോൺലി ഐലൻഡായി പോകും. ദേ ആർ വെരി ഇൻ്റലിജൻറ്റ് പീപ്പിൾ and they want to be with you. Don't separate them by calling them genius, because there are many geniuses in Kerala also, but don't call them that. Keep them with you and celebrate them. And other they know they have fans but not fanatics. I know that. And I learned some good habits from Kerala, bad habits too. But I am so happy that they still remember me. I am not talking about age. Whatever age I am, ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ മറന്നു പോകും. അദ്ദേഹം ആ പേരെന്താ എന്നേ ചോദിക്കാറുള്ളൂ. So, but you still remember me. I am very grateful. I am talking to those who are not there in this auditorium. I'm talking to those who are much older than me, much younger than me. I'm grateful. ഇത് ഒരു സ്റ്റേജ് സവിനയം അല്ല. And this is a thank you that I can continue saying for many more years. And I want to visit Kerala with my art as often as possible. And probably do a film. സിനിമയ്ക്ക് ഭാഷയില്ല, എന്നാലും മലയാളത്തിൽ ഒരു ചിത്രം ചെയ്യാം. And I know that your taste for variety is excellent, and I still keep watching films. Sometimes I'm invited, like Joju invited me, and I enjoyed, and I saw some great talents in that film, apart from Joju himself. So, and you will see that kind of performance, all of them. I mean, അവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്കറിയാം. Anybody who's seen Nurmandi will know what kind of talent she is. And I'm happy that I cast her in that film. Of course, I thought it was all my work, that I chose Abhirami, but who's to perform? Choose her. She's not clay. She's already a sculpted piece that I put for a showcase. And I'm happy, all of them in the film, Nazar Bhai Manilya. But look at their performances, and Nazar, STR. What is, I think I'm so happy because STR, even as a child, was called a star. Now he's going to rise. And my basic qualification is ഞാൻ ഒരു ഓഡിയൻസാണ്, പ്രേക്ഷകൻ. ദാറ്റ് ഈസ് വെയർ ഐ സീ എവറിഥിങ് ഫ്രോം. സോ വെൻ സംബഡി ഡസ് എ ബെറ്റർ പെർഫോമൻസ് ദാൻ മീ, ദ ഫസ്റ്റ് മാൻ ടു അപ്രിഷിയേറ്റ് ഈസ് ദ ഓഡിയൻസ് ഇൻ മീ. ആൻഡ് ദ സെക്കൻഡ് മാൻ വിൽ ഓൾവേസ് ബി ജെലസ് ബിക്കോസ് ഈസ് എ സ്റ്റാർ. അത് നിസ്സാര കാര്യമാണ്. ദിസ് പ്രേക്ഷകൻ and the Kalagaran in me is what has brought me to you today here. And I'd like to continue this journey with you. As always, just keep my back so that I can stride forward without, even on steep slopes. Thank you. Thank you so much, sir. I mean, with 100% confidence, we can tell that, and we are with you throughout. We want more films, more combos like this. We want Sir Kamal Haasan with us forever.
വെൽ നമ്മളിപ്പം ഇത് പ്രസ്സിലും മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ദിസ് ഫോറം ഇസ് ബീങ് ഓപ്പൺ ഫോർ ദ നെക്സ്റ്റ് 15 minutes. സോ തഗ് ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. ആൻഡ് ദിസ് ഇസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് വിത്ത് ദ ലെജൻഡ് ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് തഗ് ലൈഫ്. സോ ഇറ്റ്സ് ഓപ്പൺ ടു യു ഓൾ. ഹലോ നമസ്കാരം. ആദ്യം കൈ ഒന്ന് ബുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ സാർ, ആദ്യം തഗ് ലൈഫ് ടീമിന് ഈ കേരളത്തിൽ കൊച്ചിയിലെത്തിയതിന് ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ്. ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലൻ ചേട്ടന് ഒത്തിരി നന്ദി. നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത്. സാർ 37 വർഷങ്ങളായി, 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം. മാസ്റ്റർ സ്ട്രോക്ക്. പ്രതീക്ഷിക്കാത്തതെല്ലാം. അതെ, എങ്കിലും ഈവൻ വി ആർ സർപ്രൈസ്. ആ സീന് വായിക്കുമ്പോൾ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇറ്റ് അറൗണ്ട്, ഈ ഡിഡ് എംബ്രോയിഡറി ആണ്. എൻ്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് കൊളാബറേഷൻ and that's what he has done. And there, of course, Rahman is there, and array of talents of various people. Ravi K. Chandran, he's stuck here, and I'm happy he's stuck here because he belongs in international cinema. And that's what I tried to do with him with Maradhanayagam. It didn't happen because പിന്നെ അത് നടന്നിരുന്നാൽ വി വോണ്ട് ഹാവ് റവി കെ ചന്ദ്രൻ വർക്കിംഗ് ഇൻ ഇന്ത്യ. അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. സൗണ്ട് ഇസ് മിക്സ്ഡ് ബൈ ക്രെയ്ഗ് ഹു ഡിഡ് Whiplash and won an Oscar. And it was my pride is after being part of this film is that this film was mixed in my brand new studio. So ഇപ്പോൾ ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും because I am also responsible. And even the assistant director, small characters and the singers in the film, ഞാനും ഒരാളാണ് വോയിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. But there are some excellent singers of sung in this film. And I've written a song, Shivanand has written a song. We have brought in many old and new talents together, and that's Mr. Maniratnam. I've been waiting for it, and they asked me why you're waiting. All I can say is that, why did you wait this long? All I can say is that we are sorry. We really are sorry we missed the opportunity more than you. So I'm here, and any more questions? Yeah, please. കമല ചാനൽ മൈക്സ് അവിടെ ഇരിക്കുന്ന അവിടെ സൗണ്ട് ഉണ്ടാകില്ലേ പ്ലീസ് ആ സൈഡ്. ചോദിച്ചോ. സർ, കമൽ സാറിന്റെ ഫ്രണ്ട് Yeah, okay. ഈ കമൽഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമൽഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ദ ഫാൻ ഭയങ്കര എളുപ്പമാണോ? ഫാന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എളുപ്പമാണ്, ബിക്കോസ് ഈ റെഡി ടു അപ്രീഷിയേറ്റ്. ക്രിട്ടിക് അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമൽഹാസന്റെ ഫാൻ അനുഭവിക്കില്ല. ഫസ്റ്റ് ഐ കീപ് ഹിം ഇൻ ദ സെറ്റ് വിത്ത് മീ. ദെൻ എൻ്റെ കൂടെ കമൽഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഐ എം ദ ലീസ്റ്റ് ദാറ്റ്. ആൻഡ് സോ യെസ്, ഇറ്റ് കണ്ടിന്യൂസ്. ആൻഡ് ഐ റെസ്പെക്ട് ദ ക്രിട്ടിക് മോർ than this fan. This fan and that critic are very important. കമൽ സർ, യെസ് സർ വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹേറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്.
പക്ഷേ വിക്രം ആയാലും തഗ് ലൈഫ് ആയാലും അതിന്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിലാണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. എൻ്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കുക, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it? With what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So, why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people, and just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And I'm another 4 generations later, I came by. I'm his great grandson. Now, I'm yet to become great, but I'm a grandson. കമൽ സർ ചോദിച്ചോ. ഇവിടെ ഓക്കെ, വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്ന് അറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയാം. I just spoke to him. Varudha Mumbu. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyanaye poyillo, valare sandosham. So I just spoke to him and I wished him happy birthday. Yes. Next one. It's like other than the database.